നമസ്കാരം, എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓവണൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. നമ്മുടെ സിമ്പിളായിട്ടുള്ള വാനില കേക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ അളവ് ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് ഓയിൽ എടുത്തിട്ടുണ്ട്, ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കേക്കിന് ഫ്രൂട്ട് കേക്ക് എന്ന് പറയാൻ പറ്റും. മാത്രമല്ല കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ വാനില ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു മിക്സി ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആ ബാറ്റർ റെഡിയാക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ സ്റ്റീലിൻ്റെ ഒരു ചെറിയ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. സാധാരണ ഞാൻ എപ്പോഴും ഇലക്ട്രിക് ഓവനിലാണ് കേക്ക് ഉണ്ടാക്കാറ്. ഇനി നിങ്ങൾ ഇലക്ട്രിക് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഈ 3 മുട്ടയും ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ഗ്ലാസോളം മൈദയും ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ തടവുകയാണ്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ നോട്ട്ബുക്കിൽ ഒരു വൈറ്റ് പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്കും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ നമ്മുടെ ബട്ടർ പേപ്പർ പോലെ തന്നെ അത് ഗുണം ചെയ്യും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബാറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവനും പെട്ടെന്ന് അങ്ങ് താണു പോകും. നമുക്ക് മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ അരിക്കുമ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ വന്നോളും. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഈ മൈദയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത ശേഷം നമ്മൾ നല്ല സ്പീഡിൽ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഹാർഡായി പോവും. നമുക്കിതുപോലെ പതുക്കെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയിൽ ഒരു കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് കേക്ക് ടിൻ 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകണം. നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ട്രേ ഇതിലേക്ക് സൂക്ഷിച്ച് ഇറക്കി വയ്ക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക കേട്ടോ. 1 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. നമ്മുടെ പാത്രത്തിലെ എയർ ഒട്ടും തന്നെ പുറത്ത് പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ മൂടിയിലുള്ള ഈ തൊള്ള ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഇനി നിങ്ങൾ ഇലക്ട്രിക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തല്ലോ,
ഇനി നമ്മൾ ആ സെയിം 180 ഡിഗ്രി തന്നെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കത് അതിൽ ഇലക്ട്രിക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 മിനിറ്റായി, ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചൂടും അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ തിക്നെസ്സും ഒക്കെ നമ്മുടെ കേക്കിൻ്റെ ബേക്ക് ചെയ്യാനുള്ള സമയത്തിന് വ്യത്യാസം വരുത്തും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം വെന്തോന്ന് നോക്കിയിരുന്നു, പക്ഷെ അന്നേരമൊന്നും പാകത്തിനായിട്ടില്ല. നമ്മുടെ കേക്ക് ഏകദേശം ഒരു 55 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഈ ബേക്കിംഗ് പാത്രത്തിലായാലും നമ്മുടെ ഓവനിലായാലും കേക്ക് കുറേ നേരം വെച്ചിരിക്കാൻ പാടില്ല കേട്ടോ. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് എടുക്കാം. ഇത് നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേക്ക് ട്രേയിൽ നിന്ന് പുറത്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ട്രേയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ, കേക്ക് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു വയ്ക്കാം. കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കി, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം. താങ്ക് യു.